താനാണോ ഈ കടയുടെ ഓണർ? അതെ സാറേ. ഇപ്പൊ ഒരു പെൺകുട്ടി കൊണ്ട് വന്നില്ലേ? അവൾ എന്താ നിങ്ങളുടെ തന്നത്? അവളെ നമ്മൾ നേരത്തെ അറിയും. കുരുമുളക് തരാമെന്നാ സാറേ. ആ കൊച്ചിനെ ഞാൻ നേരത്തെ അറിയും. പിന്നെ ആ കുട്ടി എങ്ങോട്ടാ പോയേ? ആ കുട്ടി ആ മീൻ ചന്തലോ അല്ലെങ്കിൽ എല്ലോടി വിൽക്കണ മണിശങ്കരയ്യരുടെ കടയിലോ കാണും. എന്താ സാറേ കാര്യം? ചോദ്യമൊന്നും വേണ്ട. വാ. ഹരി, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി? വൈഫൈ പിനാപ്പിൾ കിട്ടാൻ ലേറ്റായി. പിന്നെ സോഫ്റ്റ്വെയറും പാസ്വേഡ് കീ ഇതിലുണ്ട്. ഈ ഹാക്കർ ഓഫ് ഇതിന്റെ ആവശ്യം വരുമോ? ചിലപ്പോൾ വേണ്ടി വരും. നമുക്ക് ലോക്കൽ ഡിവൈസിന്റെ IP അഡ്രസ് കിട്ടിയോ? ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പിള്ളേര് കിട്ടുന്ന അനുസരിച്ച് ടെക്സ്റ്റ് ചെയ്തോളും. ഇതില് ദോഹ സിമും ഉണ്ട്, ഒമാൻ സിമും ഉണ്ട്. ചാർജ് ചെയ്താണോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ എന്റെ ഫോൺ ഓഫ് അല്ലേ? എന്നാലും ടവറിലധികം നിൽക്കണ്ട വിട്ടോ. ശരി. ആ ഫോൺ നമ്പർ തന്നില്ല. ആദ്യത്തെ ഇൻസ്പെക്ടറുടെ, അടുത്തത് SMRയുടെ, അവസാനത്തതാ അയാളുടെ. കൃഷ്ണന്റെ. ഹലോ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ അല്ലേ? തന്റെ മൊഴിയുണ്ടെങ്കിൽ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. ഹരി. അതേടോ, ഞാൻ ആ ജയിലിനകത്ത് തന്നെ പണ്ടാറടങ്ങി പോകുന്നു വിചാരിച്ചോളതാണ്. ഹരി, താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അത് ഞാനൊന്നൊരു താൻ പോലീസിന് കൊടുത്ത മൊഴി കളവാണെന്നുള്ള അഫിഡവിറ്റ് നാളെ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ പോലീസ് എന്നെ വെച്ചേക്കില്ല ഹരി. ഇല്ലെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് എത്തിക്കും. എന്നിട്ട് ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് താൻ തീരുമാനിക്കും. അല്ല, ഒന്ന് ചവിട്ടി വിടറോ, 11 കേസ് വിളിക്കും. അല്ല സാർ, ഒരു അടിപിടി ഉണ്ടാക്കാനായിട്ട് സാറിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? സത്യത്തിൽ എന്താ സംഭവം? എടോ, 6 മാസം മുമ്പ് മധുരയിൽ നിന്ന് വരായിരുന്നു. കുറേ മോന്മാർ പോത്തിനെയും കാളനെയൊക്കെ ഇറക്കി റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഓൺ അടിച്ചിട്ടൊന്നും മാറിയില്ല. ഞാൻ നല്ല തെറിയെന്ന് പറഞ്ഞു സാറാ? ആ, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. അമ്മമാരുടെ അടുത്ത് പഞ്ഞിക്കിട്ടാണ് അല്ലേ? സാറേ, സാറിന്റെ ജാതകം ഒന്ന് തരും. എന്തിനാണോ? റിസർച്ചിന് വിടാനാ. എടാ, അയാൾ ആ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. സോറി. ഇൻസ്പെക്ടർ കോൾ റിജക്ട് ചെയ്തു. ₹3000 ഫൈൻ. അത് അടച്ചിട്ട് വേണം പോകാൻ. കൃഷ്ണ. എടോ ഇൻസ്പെക്ടറെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ താൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒന്ന് തിരിച്ച് വിളിക്കടോ. ആ ഹരി എന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ഇൻസ്പെക്ടർക്ക് ഒരു വാട്സപ്പ് നമ്പർ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ലൂപ്പിലിട്ടേക്ക്. ഇൻസ്പെക്ടർ ദിനേശന്റെ ശ്രദ്ധയ്ക്ക്, താൻ ഏത് കോത്താഴത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉടൻ വെണ്ടർ കൃഷ്ണനെ വിളിക്കടോ. അയാളുടെ ജീവൻ അപകടത്തിലാണ്. താനെന്തേ കാണിക്കുന്നത്? സോറി, ഏതൊരു ഭ്രാന്തനാ. തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഞാൻ. താൻ ട്രാഫിക് പോലീസ് അല്ലേടോ? ട്രാഫിക് പോലീസ് എന്നെ എന്ത് ചെയ്യാനാടോ? കൃഷ്ണൻ ലൊക്കേഷൻ മാറി. നീ രാവിലെ വിളിച്ചപ്പോ കച്ചേരിപ്പടിയായിരുന്നില്ലേ? ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പാ. അവരെ പൊക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടൂല. തമിഴ്നാടിനോടിക്കാരൊക്കെ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. അവൻ നാട് വിടും. ഇപ്പൊ അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവനെ കിട്ടൂല. ഹരി, നീ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ഭയങ്കര റിസ്കാ. പോലീസുകാരുടെ ഗ്രൂപ്പിലൊക്കെ നിന്റെ ഫോട്ടോ ഉണ്ടാവും. ഏതൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നു പറഞ്ഞാലും എനിക്ക് അവനെ പൊക്കിയാലേ പറ്റുള്ളൂ. അവനെ പൊക്കിയിരിക്കും. ഇത് മൂവ് ചെയ്യണം.
നോക്കി നോക്കി ഏതാ മൂവാണോ നോക്കി. അതല്ലേ അയ്യോ കമോൺ ബ്രോ. ചെല്ലേ അവൻ ഇവിടെ ഇരുന്നിട്ട്. என்ன பிரச்சனை? ആ മൊബൈൽ ഇങ്ങടുത്തെ. ഇയാളെന്തിനാ കോൾ ലിസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഫോൺ കളഞ്ഞ്? അയാൾ തമിഴ്നാട്ടിലോട്ട് മുങ്ങിയെന്ന് കരുതി നമ്മളെല്ലാവരും അങ്ങോട്ട് വെച്ച് പിടിച്ചേനെ. പണ്ട് സീഡ് പിടിക്കാൻ കോയമ്പത്തൂർ പോയ പോലീസ്. ഫോണില്ലാതെ അയാൾ എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യുക? അമതുക്ക വണ്ടി കയറി. അവനിനി എത്ര വട്ടം കോൾ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്താലും നമ്മളത് റിട്രീവ് ചെയ്യും. കണ്ട അപ്പൊ അതിലുണ്ടായിരുന്നല്ല ഇതിൽ കിട്ടും. കൊള്ളാട്ടാ. അതേസമയം നമുക്ക് ഇവിടെയും കിട്ടും. എന്തായി? കിട്ടിയോ? യെസ്, ഫോൺ വാങ്ങിയ അന്ന് മുതലുള്ള കോൾ ലിസ്റ്റ് കിട്ടി. നമ്പർ പേരില്ല. സുഖം. ഗുഡ് ആഫ്റ്റർനൂൺ. ഹോട്ടൽ കൊച്ചി ടവേഴ്സ്. ഹോട്ടൽ കൊച്ചിൻ ടവർ. തമിഴ്നാട്ടിൽ പോയിരിക്കുകയാണെന്ന് വരുത്തിയിട്ട് ഹോട്ടൽ മുറിയിൽ ഒളിവ് ചെയ്തു. ചേച്ചി എന്താ സ്പെയർ കീ ഉണ്ടോ? എന്തിനാ? ഞങ്ങളുടെ കാർഡും മിസ്സായി പോയി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തന്നത്. നോക്കട്ടെ. മാസ്റ്റർ കീ. താങ്ക് യു. വൈറൽ ആവണമെങ്കിൽ റീൽസിൽ മാത്രം ഫോക്കസ് ചെയ്യും. എന്ത്? വണ്ടി എടുക്കണോ? ഇതിലല്ലേ? റീന ടീം നേരെ ട്രെയിനകത്ത് കയറി ചെക്ക്. Yes, sir. സജാദേ വാ. സാർ മുഴുവൻ ഫാൻ ബോയ്സ് ആണല്ലോ. അവരെ വിടറോ. താനാ കറുത്ത ടീഷർട്ടും പിന്നെ മറ്റേ സാധനമില്ല. എന്താ? ചൂടി. എന്താ? ചൂടി. അതിട്ടാളെ നോക്കും.
പുറകിലുള്ളത് ബ്ലാക്ക് ടീഷർട്ടാണ്. ചൂടില്ലല്ലോ സാർ. ശല്യം. ട്രെയിൻ മൂവ് ആയി സർ. ഓവർ. എവിടെ സാർ? എവിടോ വേറെ വല്ല എക്സിറ്റ് ഉണ്ടോ? ഇല്ല സാർ, ഈ ഒരു എക്സിറ്റേ ഉള്ളൂ. ബ്ലാക്ക് ടീഷർട്ട് എവിടോ? എവിടെ? ആ, എവിടോ ബ്ലാക്ക് ടീഷർട്ട്? പുറത്തു പോയി നോക്കാം സാർ. സർ, അഡിഡാസിന്റെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരാളെ മെട്രോയുടെ ബാത്റൂമിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കോപ്പി. സാറേ വീഡിയോ വിളിക്കട്ടെ? തല ഇപ്പൊ പറയണ്ട, ഒന്ന് ഒരുങ്ങി എന്നോളം പറ. തുടങ്ങടോ. അയ്യേ